മനസ്സിലാക്കണം, ഇവിടെയൊക്കെ ചിന്തിക്കണം. മനസ്സിലായില്ലേ? ഇതൊക്കെ മനുഷ്യൻ നന്മയും തിന്മയും തിരിച്ചറിയാൻ കഴിയില്ല. അങ്ങനെ തിരിച്ചറിയണമെങ്കിൽ എന്ത് വേണം? സ്വലാത്ത് ചെല്ലണം. ഏത് സ്വലാത്ത്? മുസ്തഫ നബിയെ കൽബിൽ കുടിയിരുത്തിയ സ്വലാത്ത്, അതാണ് സ്വലാത്ത്. അള്ളാന്റെ ഹബീബിനെ കൽബിൽ കുടിയിരുത്തണം. ഒരു സുന്നത്ത് കണ്ടാൽ നമ്മൾ കരയണം. എന്തുകൊണ്ട്? അതിന് റസൂൽ വിചാരിച്ച വാജിബാവും. റസൂൽ അമ്പിയാക്കളെ കൂട്ടത്തിൽ നിർബന്ധം കുറച്ച നബിയാണ്. നിർബന്ധം വളരെ കുറവാണ്. 90% സുന്നത്താക്കി. എന്തുകൊണ്ട്? അതിന്റെ പേരിൽ എൻ്റെ ഉമ്മത്ത് നാളെ ശിക്ഷിക്കപ്പെടും. എൻ്റെ ഉമ്മത്ത് ഞാനൊരു ബനകേട്, മലയാളം പറഞ്ഞ ബനകേട്, ഒരു ബുദ്ധിമുട്ട് വരുത്തി വെക്കണം എന്നെനിക്കില്ലാത്തത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ അമർത്തും മിസ്വാക്കി എൻ്റെ കുല്ലി ഉളു, ഓരോ ഉളുവിലും മിസ്വാക്ക് ചെയ്യണമെന്ന് ഞാൻ നിർബന്ധമായി കൽപ്പിക്കുമായിരുന്നു. പിന്നെ അതിൻ്റെ പേരിൽ എൻ്റെ ഉമ്മത്തിനെ വിഷമിപ്പിക്കണ്ട. മനസ്സറിയുന്ന അതിൻ്റെ പേരിൽ ഒരു തല്ലുള്ളത് ഞാൻ കാണണ്ട. എന്തുകൊണ്ട്? അവരത് ചെയ്യൂല. പിന്നെ അല്ലാഹു അതിൻ്റെ പേരിൽ അവരെന്ത് ചെയ്യും? ശിക്ഷിക്കും. അപ്പൊ ഒരു കാര്യം റസൂലുള്ളാഹിക്ക് ഇഖ്തിയാറുണ്ടാവും. അള്ളാഹു ഒരു സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ടാവും. നബി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നിർബന്ധമാക്കാം, നിങ്ങൾക്ക് വേണ്ടി സുന്നത്തും ആക്കാം. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു ഹബീബായ നബി അത് എന്താക്കാൻ ശുപാർശ ചെയ്തു? റബ്ബേ നിന്റെ ഉമ്മത്തിന് എന്ത് മതി? സുന്നത്ത് മതി. ഉദാഹരണം വിത്ർ. അള്ളാഹിനോട് ഹബീബായ നബി വിത്ർ നിർബന്ധമായി നിസ്കരിക്കും. അതേസമയം ഉമ്മത്തിന് അള്ളാഹിന്റെ ഹബീബ് ശുപാർശ ചെയ്യാണ്, എന്ത് മതി? സുന്നത്താക്കിയാൽ മതി. എന്റെ ഉമ്മത്തിന് വിഷമായി പോവും. അത് റഹ്മത്തല്ലേ? മനസ്സിലായില്ലേ? നിർബന്ധങ്ങളിൽ അള്ളാഹുവിന്റെ റസൂലിന് ഇങ്ങനെ വിട്ടുകൊടുത്ത അള്ളാഹു എത്ര ഔദാര്യ ചെയ്ത് ഇതൊക്കെ നിർബന്ധമായിക്കൂടെ? അള്ളാഹു തആലക്ക് അതും നിർബന്ധം, ഇതും നിർബന്ധം, അതും ഇതും. ചില കാര്യങ്ങൾ ചോദിക്കരുത് റസൂലാണ്. എന്തുകൊണ്ട്? ചോദിച്ചാൽ ഞാൻ നിർബന്ധമായി പറയേണ്ടി വരും. എനിക്ക് ഞങ്ങളോട് വീണ്ടും കൽപ്പിക്കും. അപ്പൊ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. അപ്പൊ നിങ്ങൾ എന്നോട് ഞാൻ പറഞ്ഞാണ് കേട്ടാൽ മതി, ചോദിക്കരുത്. മുസാ നബി അലൈഹി ഇസ്ലാം ജനതയോട് ഒരു പശുവിനെ ഇറക്കിയായിരുന്നു. അപ്പൊ പിന്നെ ഒരു ചോദിക്കൽ തുടങ്ങി, അതിന്റെ കോലത്തരെ, അതിന്റെ കളറത്തരെ. അപ്പൊ പിന്നെ എന്തായില്ല, ഓരോന്നോരോന്നാണ് പറഞ്ഞു കൊടുത്തു. പിന്നെ ആ ജാതി പശുവിനെ നാട്ടിൽ കിട്ടാനില്ല. പശുവിനെ അറക്കുക പറഞ്ഞപ്പോ ഏതോ ചാവാടി പശുവിനെ അറുത്താൽ മതിയായിരുന്നു. പിന്നെ എന്തായി? അതിന്റെ വലിപ്പത്ര ഉണ്ട്, അതിന് തൂക്കെത്ര വേണം? മനസ്സിലായില്ലേ? അതിന്റെ വയസ്സെത്രയാണ്? ഇത് ആട് ചോദിച്ചു. പിന്നെ നോക്കുമ്പോ എന്തില്ല, നാടാ കാണുന്നിട്ട് ഒരു ഉമ്മാമാന്റെ കയ്യിലുണ്ട് ഒരു പശു, ഈ പറഞ്ഞ. അപ്പോ പശുവിനെ വെക്കൂലാവും. ഇവർക്കാണെങ്കിൽ എന്ത് വേണം? പശുവിനെ അറക്കൽ നിർബന്ധം. അപ്പോൾ ഉമ്മാമ ഷർത്ത് വെച്ചു. എന്ത്? പശുവിന്റെ തോല് നിറയെ സ്വർണം തരികയാണെങ്കിൽ പശുവിനെ അറുത്തിട്ട് അതിന്റെ തോല് നിറയെ സ്വർണം തരണം. എന്നാ പശു കൊടുക്കേണ്ടി വന്നു. കാരണം പശുവിനെ ഇതൊന്നും വേണ്ടില്ല. ഇനി ഏതോ റോട്ടുമക്കളുടെ ചാവാലി പശുവിനെ അർത്ഥം മതിയായിരുന്നു. എന്ത് ചെയ്തു? ചോദ്യം കൂട്ടിയപ്പോൾ നിബന്ധനകൾ കൂട്ടും. മനസ്സിലായില്ലേ? ചിന്തിക്കുക. മറ്റേ ബാപ്പാന്റെ തലയൊക്കില്ല. ജിഹാറെടുത്ത കോഴിക്കോട് പോയി മമതയാ. ആയിക്കോട്ടെ, നമുക്ക് ആ കാറെടുത്താണ് കോഴിക്കോട് പോയി ഉള്ള പെട്രോളൊക്കെ കത്തിച്ച് വന്ന് വെച്ച് പെട്രോൾ എടുത്ത് ഒക്കെ കത്തിച്ചല്ലടാ. ഇപ്പം പാപ്പങ്ങൾ എന്നോട് വെച്ച് പറഞ്ഞു കാറെടുക്കാൻ പോകണം. ഞാൻ വേഗം പോകാം. അപ്പൊ കുറ്റാര തലീക്കായി ചോദിക്കാൻ. എന്നാൽ അതാണ് എന്തും ചെയ്യാം. ചോദിച്ചാലോ? ഇവിടെ നിന്നാണ് ഇറങ്ങി. എങ്ങനെയാ പോകണ്ട അപ്പാ? എന്നെ പോകണ്ട പറയണ്ടോ? ഇവിടെ നിന്നാണ് ഇറങ്ങി എന്നാളാ. അവിടെ ഒരു ബസ്സിനൊക്കെ ആയിരിക്കോ? ഓരോന്നും ചോദിച്ചാൽ നിബന്ധനകളും കൂട്ടും. ഞാൻ എവിടെ ഇറങ്ങേണ്ടതെന്ന് പറഞ്ഞു. ബേബിൻ്റെ അവിടെ ഇറങ്ങിയാൽ പിന്നെ പാളയത്തേക്ക് നടന്നാളാം. അത് വെയിലും കൊണ്ട് നടക്കണം. അത് ചോദിച്ചിട്ടില്ലെങ്കിലോ ബിന്ദാസ് പോവാ. ചോദിക്കരുത്. അമ്പിയാക്കളോട് ചോദിക്കൽ റസൂലുള്ളാഹിക്ക് ദേഷ്യമാണ്. ചോദിക്കരുത്. ഞാൻ ചോദിച്ചാൽ നിബന്ധനകൾ കൂടും. എന്താ കാരണം? റസൂലുള്ളാഹിക്ക് ഇഷ്ടമാണ്, പക്ഷെ ഉമ്മത്തിനത് വിഷമാവും. റഹ്മത്ത്. നിനക്ക് കരയണ്ടേ? നമുക്ക് എത്ര കുറവേനി അമലുകൾ. ലൂറ് മുതൽ സുബഹി മുതൽ ലൂറ് വരെ ബിന്ദാസ് നടക്കാം.
എന്തുകൊണ്ട് നീ നമ്മളെപ്പോലെ ഇങ്ങനെ ചോദിക്കുകയാണ്, എല്ലാവരും എന്ത് ചോദിക്കുകയാണ്, എന്തിനു നബിയെ ഞങ്ങൾ ദുആയൊക്കെ നല്ല ഉഷാറാണ്, ഞങ്ങളത് നിർബന്ധമാക്കി നിസ്കരിച്ചൂടെ, നിർബന്ധത്തിന്റെ കൂലി ഇട്ടുമല്ലോ പറഞ്ഞാൽ ഓർക്കത് ചെയ്യാം, നമ്മളെങ്ങനെ ചെയ്യും? അതുകൊണ്ടല്ലേ 3-ാം ദിവസം പിന്നെ നബി എന്ത് ചെയ്തില്ല, 3 ദിവസം നിസ്കരിച്ചു, 4-ാം ദിവസം നബി തറാവീന് വന്നതന്നല്ലേ. ഇവര് കുറെ ഒച്ചനക്കാണ് എന്നൊക്കെ പറഞ്ഞു നിന്ന് റസൂലുള്ളാഹി ഭാഗത്തേക്ക് നോക്കിയത്. പിന്നെ പിറ്റേന്ന് ഇറങ്ങി വന്നപ്പോൾ ഖശീതു അൻ തുഫറള അലൈക്കും, ഈ നിസ്കാരം നിങ്ങളുടെ മേൽ നിർബന്ധമാകുമോ എന്ന് ഞാൻ പേടിച്ചു, അതുകൊണ്ട് വരാൻ ഞാൻ. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഒക്കെ റസൂലുള്ളാഹി നമുക്ക് ചെയ്ത നിഅമത്ത് എത്രയാണ്. പിറ്റേന്ന് വരാതിരിക്കുക, റസൂലുള്ളാഹി നേരെ മുൾക്കുന്നവരെ നിസ്കരിക്കുക, നമ്മൾ വരാതിരിക്കുക. എന്തുകൊണ്ട്? എന്താണ് നമ്മൾക്ക് വാങ്ങിത്തരിക, നമ്മളെ കഷ്ടപ്പെടുത്താതിരിക്കുക. മനസ്സിലായില്ലേ? അള്ളാഹുവിന്റെ റസൂലിനെ നീ കണ്ടാൽ നിന്നെ നീ ചെറുതാക്കും, നിന്നെ കണ്ടാൽ അള്ളാഹുവിന്റെ റസൂലിനെയും നീ എന്നെ കാണണം, അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ ചെറുതാവും. അള്ളാഹിനെ കണ്ടാൽ നീ ചെറുതാവും, നിന്നെ കണ്ടാൽ അള്ളാഹ് ചെറുതാവും. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അപ്പൊ ചിന്തിക്കണം. അപ്പൊ എന്താ അവിടെ